വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത് 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ദുറൂസ് അറബി മലയാളം വിഷയത്തിൽ നിന്നും എഴുത്തു പരീക്ഷയും വായന പരീക്ഷയുമാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. എന്നാൽ ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ആദ്യ പ്രവർത്തനം നോക്കാം. ചിത്രം നോക്കി അറബി മലയാളത്തിൽ പേരുകൾ എഴുതാം. ചിത്രം നോക്കിയിട്ട് അറബി മലയാളത്തിൽ ഓരോ ചിത്രത്തിൻ്റെയും പേരുകൾ എഴുതി കൊടുക്കുക. ഇവിടെ ഒന്നാമത്തെ ചിത്രം ഏതാണ്? അതെ, ഇതാണ്. എന്താണ്? ഘടികാരം. എന്താണ്? ഘടികാരം. അതെങ്ങനെ അറബി മലയാളത്തിൽ എഴുതും? എഴുതി കൊടുക്കണം. നമുക്ക് എഴുതി നോക്കാം. ഇവിടെ ആദ്യം ഘ എന്ന അക്ഷരം എഴുതുക. ഘ എഴുതുമ്പോൾ ഇങ്ങനെയാണ് അക്ഷരം, അതിന് മുകളിലാണ് ഫത്ത് ഇടേണ്ടത്. പിന്നെ ഢി, ഘ ഡി ഖാരം, ഘടികാരം. രണ്ടാമത്തെ ചിത്രം ഇതേതാണ്? പുഷ്പം അല്ലേ? പുഷ്പം. എങ്ങനെ എഴുതുക? ശ്രദ്ധിക്കണം. പുഷ്പം എഴുതുമ്പോൾ നമ്മൾ ഷ എന്നുള്ള അക്ഷരം മാറരുത്. മൂന്ന് കുത്ത് താഴെ പു. പുഷ്പം, പുഷ്പം. ഇങ്ങനെയാണ് പുഷ്പം എന്ന് എഴുതുക. ഇനി അടുത്തതോ? മൂന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത് എന്താണ്? അതെ, വാഴപ്പഴം. വാഴപ്പഴം. എങ്ങനെ എഴുതാം? ആദ്യം വാ നീട്ടാനുള്ള എഴുതുക. വാ ഴ പഴം. അപ്പോൾ ശബ്ദ വേണം. വാഴപ്പഴം, വാഴപ്പഴം. നമ്മൾ 3 ചിത്രത്തിൻ്റെയും അറബി മലയാളത്തിലുള്ള പേരോട് എഴുതി കൊടുത്തു. ഇനി രണ്ടാമത്തെ പ്രവർത്തനമാണ്. പ്രവർത്തനോട് കൊടുത്തിട്ടുണ്ട്. പുള്ളികൾ നൽകാം. എന്താണ്? വാചകങ്ങൾ ഉസ്താദുമാർ വായിച്ചു കൊടുക്കണം. ഉസ്താദുമാർ ഇതെന്താണ് എഴുതിയിട്ടുള്ളതെന്ന് വായിച്ചു തരും. ഇതും ഈ 2 വാക്കുകളും വായിച്ചു തരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് ഹർക്കത്ത് ഇട്ട് കൊടുക്കുക. പുള്ളികളും എകാരം ഒകാര ചിഹ്നങ്ങളൊക്കെ എഴുതി കൊടുക്കുക. അപ്പോൾ ഏത് എകാര ചിഹ്നം ഒകാര ചിഹ്നങ്ങളാണ് വരിക എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് വഴിപ്പെടണം. ഇവിടെ പ എന്ന അക്ഷരത്തിൻ്റെ മുൻപ് താഴെ പേ. അതിനെന്ത് വേണം? പ എന്ന അക്ഷരമാവണമെങ്കിൽ 3 കുത്ത് കൊടുക്കണം. വഴി പേ. ഇനി ഡ എന്ന അക്ഷരം ദാലിൻ്റെ താഴെ ഡ, വഴിപ്പെട. ഇനി ണം എന്ന അക്ഷരമുണ്ട്, ണ. അതിനായിട്ട് താഴെയും മുകളിലൊരു പുള്ളി കൊടുക്കുക. വഴിപ്പെടണം. ഇനിയോ അടുത്തത് പള്ളിയിൽ പോകണം. എങ്ങനെ എഴുതുക? അതിനായിട്ട് പ എന്ന അക്ഷരം തുടക്കത്തിൽ 3 കുത്തെന്ത് ചെയ്യുക? താഴെ കൊടുക്കുക. പ. ഇനി ലി, ശബ്ദമുണ്ട് അവിടെ, പള്ളി. പിന്നെയോ യ, പള്ളിയിൽ. ഈ, പള്ളിയിൽ. ഇനി അടുത്തത് പോ എന്ന അക്ഷരമാണ് വേണ്ടത്. പോ. അതിന് ഏതാണ് നമ്മൾ ഉപയോഗിക്കുക? താഴെ 3 പുള്ളി കൊടുക്കുക. പോ. പിന്നെ ക എന്നവിടെ ഉണ്ട്. ഇനി ണം എന്നാണ് വേണ്ടത്. ണ. അതിനായിട്ട് താഴെയും മുകളിലൊരു പുള്ളി, 2 പുള്ളി മാത്രം കൊടുത്താൽ മതി. അപ്പം എന്താകും? പള്ളിയിൽ പോകണം. പള്ളിയിൽ പോകണം. അടുത്ത പ്രവർത്തനം
പുസ്തകത്തിൽ നോക്കി എഴുതാം. പുസ്തകത്തിൽ ഇവിടെ 4 വാക്കുകൾ കാണാൻ കഴിയും. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ചങ്ങാതിയോട്. ചങ്ങാതിയോട്. ഇതിലെ ശ്രദ്ധകളൊന്നും വിട്ടുപോവാതെ, ഉകാരച്ചിഹ്നമൊന്നും വിട്ടുപോവാതെ താഴേക്ക് എഴുതിയെടുക്കണം. ഇവിടെ കണ്ടില്ലേ, ഈ ഭാഗത്തേക്കാണ് എഴുതിയെടുക്കേണ്ടത്. 4 വാക്കുകളും ഈ ഭാഗത്തേക്ക് എഴുതിയെടുക്കുക. അപ്പം അതുപോലെ രണ്ടാമത്തതും അങ്ങോട്ട് എടുത്ത് എഴുതണം കേട്ടോ. രണ്ടാമത്തെ എന്താണ്? പിണങ്ങരുത്. പിണങ്ങരുത്. അതിൽ പ എന്ന അക്ഷരത്തിൻ്റെ പുള്ളികൾ, അതുപോലെ ണ, അതുപോലെ ങ, അതുപോലെ ര, ഇതിനൊക്കെ പുള്ളികളുണ്ട്. പുള്ളികളാണ് ഇവിടെ മെയിൻ. പുള്ളിയൊന്നും മറക്കരുത്. അതുപോലെ ആഘോഷം. ആഘോഷം എന്നതിൽ കണ്ടോ, ഘ എന്ന അക്ഷരത്തിൻ്റെയും അതുപോലെ ആ എന്ന അക്ഷരത്തിൻ്റെയൊക്കെ ചിഹ്നങ്ങൾ. അതുപോലെ ഷ, അതിൻ്റെ താഴെയുള്ള പുള്ളി, അത് മറക്കരുത്. പിന്നെ അതുപോലെ പരിഹസിക്കരുത്. ഇവിടെ പ എന്ന അക്ഷരം, അതുപോലെ ര, അതുപോലെ കാഫിൻ്റെ മുകളിൽ ഷദ്ദുണ്ട്, പിന്നെ ര എന്ന അക്ഷരത്തിന് താഴെ പുള്ളിയുണ്ട്. ഇതൊന്നും എവിടെയും കുറവ് വരാത്ത രൂപത്തിൽ താഴത്തെ കുളത്തിലേക്ക് എഴുതിയെടുക്കുക. ഓരോന്നും എന്ത് ചെയ്യുക, താഴത്തേക്ക് ഇങ്ങനെ എഴുതി കൊണ്ടുവരിക കേട്ടോ. അങ്ങനെ എല്ലാവരും ചെയ്യണം. വന്നു കഴിഞ്ഞാൽ ഇതേപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യാം. ഇനി അടുത്തത് വായനാ പരീക്ഷയാണ്. വായനാ പരീക്ഷയിൽ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുകയാണ് ചെയ്യുക, വേറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. ആദ്യം നമുക്ക് ഇവിടെ കാണുന്ന ഹെഡിങ് ഒന്ന് വായിക്കാം. അക്ഷരങ്ങൾ വായിക്കാം. ഇവിടെ ഓരോന്നിലും അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. ആ അക്ഷരങ്ങളാണ് വായിക്കേണ്ടത്. എന്തൊക്കെയാണ്? ഒന്നാമത്തത് ങ്ക. അതിന് 4 മാർക്ക് കിട്ടും. അതുപോലെ പന്ത് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ക്വ, പക്വത, അതിന് 4 മാർക്ക്. പിന്നെ അതുപോലെ ത്വ. അതേപോലെ 5-മത്തത് ക്ഷ. ക പ്ലസ് ഷ എന്നാണ്. ക്ഷ. റിക്ഷ എന്നൊക്കെ പറയില്ലേ, ക്ഷ. ഇനി അടുത്തത് വാചകങ്ങൾ വായിക്കാം. ഇവിടെ മുകളിലെ ഹെഡിങ് കാണാം. ഓരോ വരികളും വായിച്ചു കൊടുക്കാം. ഒന്നാമത്തെ വരിയിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്? എന്നും പള്ളിയിൽ പോകണം. എന്നും പള്ളിയിൽ പോകണം. നിങ്ങൾ വായിച്ചു കൊടുക്കുമ്പോൾ ഓരോ അക്ഷരം കൂട്ടി കൂട്ടി വായിച്ചു കൊടുക്കുക. ആദ്യം എന്നും, പിന്നെ പള്ളിയിൽ. അപ്പോൾ ഇത് രണ്ടും കൂട്ടി വായിക്കുക. എന്നും പള്ളിയിൽ. അത് പിന്നെ മനസ്സിലങ്ങനെ ഉണ്ടാവണം. പിന്നെ അടുത്തത് ഇത് വായിച്ചു കൊടുക്കുക, പോകണം. അപ്പോൾ എന്നും പള്ളിയിൽ പോകണം. അടുത്തത് നല്ല മധുരമുണ്ട്. നല്ല മധുരമുണ്ട്. നല്ല മധുരമുണ്ട്. അപ്പോൾ ഇതിൽ 4 മാർക്കാണ് ഇതിന് കേട്ടോ. നല്ല മധുരമുണ്ട്. ഇനി അടുത്തത് 3-മത്തത് കേട്ടത് പറയരുത്. കേട്ടത് പറയരുത്. ഇതും ഓരോ വാക്കുകളായിട്ട് ആദ്യം വായിക്കട്ടോ, പിന്നെ എന്ത് ചെയ്യുക, കൂട്ടി വായിക്കുക. ഇനി അടുത്തത് ചിഹ്നം. ഇവിടെ ഒരു ഹാൻ്റെ ചിഹ്നം കണ്ടോ നിങ്ങൾ? ഇതിൽ വേണം. അപ്പോഴാണ് ചിഹ്നം അങ്ങനെ വായിക്കേണ്ടത്. അതിന് 3 മാർക്കാണ് ലഭിക്കുക.
പിന്നെ കാർഡ്, കാർഡ്, ഇതിന് 3 മാർക്ക്. ഇനി അവസാന പ്രവർത്തനമാണ് ചേർത്ത് വായിക്കാം. അതിന് ചേർത്ത് വായിച്ചു കൊടുക്കുക. അതായത് ഈ അക്ഷരം ഉണ്ടല്ലോ, വാവ്, വാ എന്ന അക്ഷരം, അത് ഇതിനോട് ചേർത്ത് വായിക്കുക. വാങ്ങുക, വാങ്ങുക. അതുപോലെ രണ്ടാമത്തത് മുഴങ്ങുക, മുഴങ്ങുക. മൂന്നാമത്തതോ പൊങ്ങുക, പൊങ്ങുക. വായിച്ചു കൊടുക്കുമ്പോൾ ഓരോ അക്ഷരങ്ങൾ കൂട്ടി വായിച്ച് വരണം കേട്ടോ. പെട്ടെന്ന് വായിക്കാൻ കിട്ടുന്നവരുണ്ടാകും, കുറച്ച് സ്ലോവിലുള്ളവരുണ്ടാകും. അതൊക്കെ വായിച്ച് പഠിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.